എന്റെ പൊന്ന് സുന്ദരൊക്കെ നമുക്ക് അടച്ചുപൂട്ടി പോണ്ടേ? പോകാവിടൂ. ഇതിനൊക്കെ എനിക്ക് വീട്ടിൽ നിന്ന് മാറിയപ്പോഴേ എന്നെ എന്റെ ഭാര്യയും കൂടെ ഡൈവേഴ്സ് നടത്തിയിട്ടേ തനിക്കവിടെ കെട്ടണമെന്ന് വല്ല ഉദ്ദേശം ഉണ്ടോ? അതെന്താ താൻ അങ്ങനെ ചോദിച്ചേ? മാനേജരാണെന്ന് പറഞ്ഞിട്ട് കിടത്തി പൊറപ്പിക്കുന്നില്ല. ഇനി പ്യൂണാണെന്നും കൂടി അറിഞ്ഞാലേ അവളെന്നോട് ഗുഡ് നൈറ്റ് പറയും. എങ്ങനെയുണ്ടോ? ഉഗ്ര. പാപ്പോ എങ്ങോട്ട്? കൂട്ടിയിട്ട് വേണോ? മാനേജരോട് കളിക്കുന്ന സന്തോ സൺഡേ സന്താനമല്ലേ? ഇന്ന് ഓഫീസിൽ ഒരുപാട് ഫയലുകൾ ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. അതാണ് വല്ലാത്ത അവൻ വന്നറിഞ്ഞ അവളുടെ കയ്യും കാലങ്ങളും തുള്ളാൻ തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് വെച്ചോളന്ന് തരാം. എടീ, ഞാൻ നിന്റെ ഭർത്താവിന്റെ അമ്മയാണ്, നിന്റെ അമ്മായിയമ്മ. അയാം സന്താനവല്ലി BSc. അത് ഓർമ്മ വേണം. ഓ, ഒരു ചന്താനവല്ലി. എന്താ ഇത് നോൺസെൻസ്. ഓഫീസിലാണ് 100 കൂട്ടം പ്രോബ്ലംസാ. വീട്ടിലെങ്കിലും എനിക്ക് തലയ്ക്ക് വെളിവ് വന്നില്ല. ഞാൻ അങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും. നോയിക്കോ. നേരം വെളുത്തേന് ഒന്നും കഴിച്ചില്ല. വിശന്ന് വയറ് പൊരിയുന്നു. നീ ഇന്നൊന്നും കഴിച്ചില്ലേ? ആ തലയോട് ചോദിക്കും. ഇന്നിവിടെ ഒന്നും വെച്ചില്ലേ തള്ളേ? വെച്ചു. ആര് വെച്ചു? എങ്ങനെ വെച്ചോ? ഒന്നും വേണ്ടെന്ന് വെച്ചു. പച്ച കള്ള തള്ള വെച്ച് വേണമെങ്കിൽ ഒറ്റയ്ക്ക് കഴിച്ചു. എടീ, ഞാനോ? ഇവിടെ സെൽഫും ഇല്ല, അലമാരിയും ഇല്ല. എടാ, ഇവളാണ് പച്ച കള്ളം പറയുന്നത്. പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ എഡ്യൂക്കേഷൻ വേണ്ടേ? ഉള്ളതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് വയർമുറിച്ചിട്ട് നടക്കുന്നു. പിന്നെ നിന്റെ തിരുമുമ്പിൽ കൊള്ളുന്ന വിളമ്പിത്തരാടി. എന്നെ എടിപൊടിന്ന് വിളിക്കരുത്. അയാൾ സന്താനവല്ലി BSc. അയ്യോ, തമ്പുരാട്ടിന്ന് വിളിക്കാം. മതിയോ? അയ്യോ അമ്മേ, തമ്പുരാട്ടിന്നോ രാജകുമാരിന്നോ എന്ത് വേണേലും വിളിച്ചോ. കൂടെ BSc എന്ന് ചേർത്താ മതി. അവക്ക് ഒരു പരാതിയുമില്ല. അല്ലേ സന്തോഷം? അവളുടെ ഒരു അഴിഞ്ഞാട്ടം കണ്ടില്ലേ? വലിയ BSc. മിസ്റ്റർ സുന്ദരേശൻ, നിങ്ങളുടെ ഈ തള്ളുണ്ടല്ലോ, യാതൊരു കൾച്ചറും ഇല്ലാത്തവരാ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ താമസിക്കാൻ എനിക്ക് വയ്യ. നമുക്ക് വേറെ ഹൗസ് കണ്ടുപിടിക്കണം. എന്റെ പൊന്ന് സന്തോഷം, ഞാൻ പറയുന്നതൊക്കെ ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ എന്റെ അമ്മ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ സമാധാനമായിട്ടിരിക്കും. എനിക്ക് വിശക്കുന്നു. അത്രേ ഉള്ളു. നിനക്ക് ഞാൻ തന്തൂരി ചിക്കൻ ഫ്രൈ, മട്ടൻ സൂപ്പ്, നാൻ ഇതെല്ലാം വാങ്ങിച്ചേരാ. ആ തള്ള ഭദ്രകാളി അറിയരുത് കേട്ടോ. ഭാര്യയും ഭദ്രകാളിയായി പോയാൽ എന്ത് ചെയ്യും? ഭാര്യ ഒടുകാരിക്കാൻ പറ്റുമോ? മഹാഭാവി, അവർക്ക് മാത്രം വാങ്ങിച്ചു കൊടുത്താൽ മതിയടാ. പെറ്റ തള്ളയ്ക്ക് ഒന്നും വാങ്ങിച്ചു തരരുത് കേട്ടോ. പിന്നെയും തുടങ്ങിയോ? ചുമ്മാ അല്ല എന്റെ അച്ഛൻ കാശിക്ക് പോയത്. നിന്റെ തലവട്ട കണ്ടപ്പോഴേ പോയതാടാ. ഈ തള്ള ഗുണം പിടിക്കത്തില്ല. പെണ്ണിന്റെ വാക്ക് കേൾക്കരുത്, നീ പെരുവിളിയായി പോവും. അതല്ലേ അമ്മയോട് ചോദിക്കാതെ ഇറങ്ങി പോകുന്ന. എന്റെ അച്ഛൻ ഭാഗ്യവാൻ. ഈ കുന്ത്രാടത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടൽ. മോള് വേഗം കിടന്നുറങ്ങാൻ നോക്കും. രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ മിനിമം ഉറക്കം വരുന്നില്ല.
മമ്മിയും ഡാഡിയും കിടക്കാൻ പോവാ. കിടക്കുമോളെ അതിങ്ങനെ ഡാഡിയുടെ പൊന്നുമോളല്ലേ? നല്ല മോളെ. ഉറങ്ങിക്കോ. ആ നല്ല കുട്ടി. ഉറങ്ങിക്കോട്ടെ. ഡാഡി മമ്മിയെ തൊടണ്ട. മമ്മി എന്റെ മമ്മിയാ. മോടെ മാത്രം മമ്മിയല്ല, ഡാഡിയുടെ മമ്മിയാ. അയ്യോ, ഡാഡിയുടെ മമ്മി മരിച്ചുപോയില്ലേ? ഡാഡി അത് മറന്നുപോയി മോളെ. മോൾക്ക് തണുക്കണുണ്ടോ? ഡാഡിക്ക് ഭയങ്കര തണുപ്പ്. എന്നെ ഡാഡി മോളെ കെട്ടിപ്പിടിച്ചോ? മമ്മിയെ മോള് കെട്ടിപ്പിടിച്ചോളാം. അപ്പൊ ആർക്കും തണുക്കില്ല അല്ലേ മമ്മി? മോളെ മമ്മിയുണ്ടല്ലോ, മമ്മി ഉറക്കത്തിൽ പിച്ചും പേരും പറയുന്നു. ഡാഡി വിളിച്ചു നിർത്തിയതാ. ഞാൻ കേട്ടില്ലല്ലോ. മോൾ ഉറങ്ങിപ്പോയി കാണും. ഞാൻ ക്ലാസ്സില് കൊച്ചുമോണ്ട് ചുവന്ന പെൻസിലോർത്ത് കിടക്കുമായിരുന്നു. പെൻസിലോർക്കാൻ കൊണ്ടൊരു സമയം. നാളെ ഇതിനിവിടെ കിടക്കരുത്. അവളവിടെ കിടന്നിട്ട് വേണ്ടേ? എന്താ മമ്മി? ഒന്നുമില്ല മോളെ. ശരി. അല്ല പിന്നെ അതൊക്കെ കാണുന്നില്ലല്ലോ. കേസ് വിളിക്കുന്നതിന് മുമ്പ് അയാൾക്ക് എത്തുന്നേ. അതിനെ പറ്റി പേടിക്കാറില്ല. 15 നമ്മുടെ എറണാകുളത്തെ കപ്പൽ പോയ കേസ്, 16 നമ്മളെ കോട്ടയത്തെ കൊലക്കേസ്, 17 കല്യാണ കേസ്, ഇങ്ങനെ എല്ലാ കേസും കൂടി നമ്മൾ എന്ത് ചെയ്യണം? മാറി അതിനെത്തി കാറ്റിലിട്ടാണ് വിഷമിച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പൊ സമയം 11:30 മണിക്കല്ലേ കേസ്? ഇനി അരമണിക്കൂർ ഉണ്ടല്ലോ. വാസു, ഇത് ധന്യമായല്ലോ. ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ അത് കാണാണ്. നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടാമോ? അയ്യോ, ഇന്നാണ് എന്റെ കേസ്. അതിനല്ലോ സമയമില്ലെങ്കിൽ എന്നെ കൂടെ കെട്ടിയെടുത്ത്. അബ്ദു, നാളെ എന്റെ അതിർത്തി കേസ്. എന്താ നാളെ എനിക്ക് കൊല്ലത്താകെ അബ്ദു വന്നില്ലെങ്കിൽ കേസ് തള്ളിപ്പോവും. ഞാൻ ഒരാളുണ്ട്. എല്ലായിടത്തും കൂടെ ഒരേ സമയത്ത് ഓടിയെത്താൻ പറ്റുമോ? ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞേക്കണ ഇല്ല, എല്ലാം കൂടെ ക്ലാഷ് ആവും. നാളെ ആണെങ്കിൽ ആ കൊല്ലത്തെ ചാക്കോമറാരുടെ കൊലപാതക കേസാ. നല്ല കാശ് കിട്ടുന്ന പാർട്ടിയാ. മാറി അബ്ദും കാശുണ്ട്. എത്ര ഇന്നത്തെ കേസ് എന്താ? മറിയാമ്മച്ചേട്ട വൈകിട്ടേക്ക് അറപ്പുരയ്ക്ക് അന്തോണി മാപ്പിള. ഓ, വെള്ളം വിട്ട കേസ്. ഇതാണ് നമ്മുടെ അന്തോണി മാപ്പിള. അന്തോണി മാപ്പിള സത്യത്തിൽ മറിയാമ്മച്ചേട്ടയുടെ വയലിലേക്ക് വെള്ളം വിട്ടതാണോ? വിട്ടതാ. അത് വിട്ടില്ല എന്ന് ഞാൻ പറയണം. മതി, ധൈര്യമായിട്ട് നിന്നു. കാര്യം ഞാൻ ഇരുവാക്കും കാശ് വാങ്ങിച്ചു. അന്തോണി മാപ്പിള ഒന്ന് ധൈര്യമായി നിന്ന്. ഈ പോകുന്നത് ആരെന്നാ വിചാരം? ആ കേരള അബ്ദു ഇന്ന് വരെ സാക്ഷി വന്നിട്ടുള്ള ഒരൊറ്റ കേസും തോറ്റിട്ടില്ല. പിന്നെ ആ നിസാരം വെള്ളം വിട്ട കേസ്. ആ, ഇങ്ങോട്ടെ.